വേണമെങ്കിൽ എന്താ ഇതേപോലെ നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ണി ഇലയാണേ. അപ്പോൾ ഓൾറെഡി നമ്മളത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ജസ്റ്റ് ഒന്ന് ചതച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയും ഇതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും കറിവേപ്പിലയും വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. മീനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മീനിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല ഈ മീനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാവേ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ നല്ല വെളിച്ചെണ്ണയിലേക്കാണ് ഈ ഒരു മീൻ വറുത്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ടോപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവർ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലെ ഒരു സൈഡിൽ ഞാൻ വീണ്ടും മസാല ബാലൻസ് ഇരിക്കുന്നതും കൂടി ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 വശവും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് വറുത്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.